നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂർ വെള്ളാനിക്കരയിൽ 2 സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ, ആന്റണി എന്നിവരാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ നഗരത്തിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക്. പരിഹാരമൊന്നും കാണാതെ അധികൃതർ. വീർപ്പുമുട്ടി ജനം. കേരളത്തിലെ ഉഷ്ണതരംഗത്തിൽ ഉടനെ മാറ്റമുണ്ടാകില്ല. കൊടുംചൂട് മെയ് 2ാം വാരം വരെ തുടരുമെന്ന് കുസാറ്റ് കാലാവസ്ഥാ വിഭാഗം. വാർത്തകൾ വിശദമായി. തൃശൂർ വെള്ളാനിക്കരയിൽ 2 സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ, ആന്റണി എന്നിവരാണ് മരിച്ചത്. വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുന്ന വെള്ളാനിക്കര സഹകരണ ബാങ്ക് ശാഖയ്ക്ക് സമീപത്താണ് സംഭവം. ഇരുവരും ബാങ്കിന്റെ സെക്യൂരിറ്റി ജീവനക്കാരാണ്. ആന്റണിയെ തലയ്ക്ക് പരിക്കേറ്റ് രക്തം വാർന്ന് മരിച്ച നിലയിൽ പായയിലും അരവിന്ദാക്ഷനെ ബാങ്കിന് സമീപത്തുള്ള കാനയിൽ ആത്മഹത്യ ചെയ്ത നിലയിലുമാണ് കണ്ടെത്തിയത്. ഇരുവരും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ ഒരാളെ കൊലപ്പെടുത്തിയ ശേഷം മറ്റേയാൾ ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. കൊടുങ്ങല്ലൂർ നഗരത്തിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിലൂടെ പോയിരുന്ന വാഹനങ്ങളെല്ലാം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നഗരത്തിലൂടെയാണ് കടത്തിവിടുന്നത്. ആദ്യകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂറ്റൻ കണ്ടെയ്നർ ലോറികളും ട്രക്കുകളും അടക്കമുള്ള ഭാരം കയറ്റിയ വാഹനങ്ങൾ ഇടതടവിടാതെ കടന്നുപോകുന്നതും മൂലം സദാസമയവും ചന്തപുരം മുതൽ കോട്ടപ്പുറം ടോൾ വരെ ഗതാഗത കുരുക്കാണ്. വടക്കേ നടയിലും കിഴക്കേ നടയിലും തെക്കേ നടയിലും മണിക്കൂറുകൾ നീളുന്ന കുരുക്കാണ്. ഇതിനു പുറമെയാണ് റോഡരികിലെ അനധികൃത പാർക്കിംഗ്. റോഡരികിൽ നിർത്തിയിടുന്ന ഇരുചക്ര വാഹനങ്ങൾ കുരുക്കിന് പ്രധാന കാരണമാണ്. ദേശീയപാതയോരത്തും കോടതി പരിസരത്തും വടക്കേ നടയിലും തെക്കേ നടയിലെയും ഇരുചക്ര വാഹനങ്ങൾ തോന്നിയ പോലെ നിർത്തിയിടുന്നുണ്ട്. അടുത്ത കാലത്തായി നഗരത്തിലെ തിരക്കേറിയ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് ഒരു പോലീസുകാരനെ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ആരോപണം. ദേശീയപാത അധികൃതരും നിർമ്മാണ കരാറുകാരും തന്നിഷ്ടപ്രകാരം ഓരോ ദിവസവും മുന്നറിയിപ്പ് പോലുമില്ലാതെ വാഹനങ്ങൾ വ്യത്യസ്തമായ റോഡുകളിലൂടെ തിരിച്ചുവിടുകയാണെന്ന ആരോപണവും ശക്തമാണ്. ചന്തപുര ജംഗ്ഷനിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി 2 വീലർ പാർക്ക് ചെയ്യുന്നതായി പരാതിയുണ്ട്. ഇതുമൂലം അവിടെ വലിയ തോതിലുള്ള ഗതാഗത തടസ്സമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വ്യാപാരികൾക്ക് കച്ചവടം നടത്തുന്നതിനും തടസ്സം നേരിടുന്നതായും പരാതിയുണ്ട്. രാവിലെ ജോലിക്ക് പോകുന്നവരാണ് കൂടുതലും അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. പ്രധാന റോഡുകളിൽ ഇരുചക്ര 4 ചക്ര വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നതിനാൽ കടയുടമകൾക്ക് ഇവിടെ വ്യാപാരം നടത്താൻ കഴിയില്ല. ഇത് ഗതാഗതവും കടകളുടെ മുൻഭാഗങ്ങളും തടസ്സപ്പെടുത്തുന്നു. ദിവസം കഴിയുന്തോറും തിരക്ക് കൂടി വരികയാണ്. തുടരെ പോലീസ് പെട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും അവരും നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പലപ്പോഴും ചന്തപുര സ്വകാര്യ ബസ്സുകൾ നിയന്ത്രണമില്ലാതെയാണ് വാഹനങ്ങൾ ആളുകളെ കയറ്റുന്നതും. പുറകിൽ നിന്ന് കാത്തുകിടക്കുന്ന വാഹനങ്ങൾക്ക് ഇതുമൂലം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. പോലീസും മോട്ടോർ വാഹന വകുപ്പും മറ്റ് അധികാരികളും അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 6 വരിപ്പാത നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതോടൊപ്പം നിലവിലുള്ള ദേശീയപാത 66 ഗതാഗതം പ്രയാസമാകുന്നു. ബൈപ്പാസുകളും മേൽപ്പാലവും അടിപ്പാതകളും നിലവിൽ വരുന്ന ഭാഗങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ക്രമീകരണം മൂലമാണ് ഗതാഗതത്തിന് പ്രയാസം നേരിടുന്നത്. എല്ലാ വലിയ വാഹനങ്ങളടക്കം ചന്തപുര ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ വഴി പോകുന്നതിനാൽ മിക്ക സമയങ്ങളിലും സ്തംഭനാവസ്ഥയിലായിരിക്കും ചന്തപുര റോഡ്. 6 വരിപ്പാത നിർമ്മാണം ആരംഭിച്ചതോടെ ദേശീയപാതയിലൂടെ ഗതാഗതം താറുമാറായിരിക്കുകയാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കേരളത്തിലെ ഉഷ്ണതരംഗത്തിൽ ഉടനെ മാറ്റമുണ്ടാകില്ല. കൊടുംചൂട് മെയ് 2ാം വാരം വരെ തുടരുമെന്ന് കുസാറ്റ് കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കി. താപനില 42 ഡിഗ്രി വരെ തുടരും. തൃശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകൾ സൂക്ഷിക്കണം. രാത്രിയിലും ചൂട് അധികം കുറയുന്നില്ല എന്നതാണ് കേരളത്തിൽ സ്ഥിതി ആശങ്കാജനകമാക്കുന്നത്. മെയ് പകുതിയോടെ ന്യൂനമർദ്ദം രൂപപ്പെട്ട് തെക്കൻ കേരളത്തിലടക്കം മഴ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് തുടർച്ചയായി കാലവർഷം എത്തുമെന്നും കരുതുന്നു.
കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ ദേശക്കാഴ്ച കലാ സാംസ്കാരികോത്സവത്തിന് കൊടിയേറി. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയും ആളൂർ ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് ദേശക്കാഴ്ച ഒരുക്കുന്നത്. നാട്ടുകാരണവന്മാരായ കുറുമ്പക്കുട്ടി കുഞ്ഞയ്യപ്പൻ, അമ്മിണി രാമകൃഷ്ണൻ, ടി.കെ. ഗോപാലൻ വൈദ്യർ, മേരി കൊച്ചാപ്പു, എം.എസ്. അബ്ദുൽ ഖാദർ എന്നിവർ ചേർന്ന് കൊടിയേറ്റം നിർവഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നേസൻ അധ്യക്ഷയായി. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.ആർ. ജോജോ, വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ജനറൽ കൺവീനർ പി.കെ. കിട്ടൻ, ഗ്രാമിക സെക്രട്ടറി ഇ.കെ. മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. എൻ.പി. ഷിൻഡോ, പി.പി. സുബ്രഹ്മണ്യൻ, കെ.സി. ഹരിദാസ്, എം.ആർ. അനിയൻ, സി. മുകുന്ദൻ, ജയൻ കാളത്ത്, പി.കെ. കൃഷ്ണൻ, അനീഷ്, ഹാറൂൺ റഷീദ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 40ഓളം വാദ്യകലാകാരന്മാർ പങ്കെടുത്ത പഞ്ചാരിമേളം അരങ്ങേറി. രാവിലെ കുഴിക്കാട്ടുശ്ശേരി വിന്നേഴ്സ് നഗർ, കുഴിക്കാട്ടുശ്ശേരി പടിഞ്ഞാട്ടുമുറി, ശ്രീധനക്കാവ്, കൊമ്പൊടി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ദിക്കൊടിയേറ്റം നടന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രേഖ സന്തോഷ്, മിനി പോളി, യു.കെ. പ്രഭാകരൻ, ഷൈനി തിലകൻ എന്നിവരാണ് കൊടിയേറ്റം നിർവഹിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 6655 രൂപയും പവന് 53,240 രൂപയുമായി. 3 ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വർണ്ണവില കുറയുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പി.ഒ, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂർ വെള്ളാനിക്കരയിൽ 2 സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ, ആന്റണി എന്നിവരാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ നഗരത്തിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക്. പരിഹാരമൊന്നും കാണാതെ അധികൃതർ, വീർപ്പുമുട്ടി ജനം. കേരളത്തിലെ ഉഷ്ണതരംഗത്തിൽ ഉടനെ മാറ്റമുണ്ടാകില്ല. കൊടുംചൂട് മെയ് 2ാം വാരം വരെ തുടരുമെന്ന് കുസാറ്റ് കാലാവസ്ഥാ വിഭാഗം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.